സഹൃദയരായ നാട്ടുകാരി, ഞങ്ങൾ ഹലോ മമ്മി ഹലോ മമ്മി പടം കണ്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കോമഡി ഹൊറർ ജോണറിലുള്ളൊരു പടമാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ അതില് നമുക്ക് സംഭവം ട്രെയിലർ തന്നെ ഉണ്ട്, ഒരു കോമഡി സാധനമാണെന്നുള്ളത്, ഹൊറർ സാധനമാണെന്നുള്ളത് മനസ്സിലാവും. ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി, ജഗദീഷ്, പിന്നെ നമ്മുടെ അജു വർഗീസ്, ജോമൻ ജോദേർ, ജോണി ആന്റണി, ബിന്ദു പണിക്കർ, അങ്ങനെ ഒരുപാട് പേർ, അതിർ ജോയ് ഒക്കെ അഭിനയിച്ച ഒരു എന്താ പറയാ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി പടം. ഉള്ള കാര്യം പറയാലോ, അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. എനിക്ക് പേഴ്സണലി പടം പറ്റി. ഒരു സിമ്പിൾ പടം, ഒരു ഹൊറർ പടമാണെന്ന് വെച്ചിട്ട് ഭയങ്കര സംഭവമായിട്ട് ഹൊററിന് വേണ്ടി കുറെ സാധനങ്ങളൊന്നും ഇല്ല. എല്ലാം ലൈറ്റ് ആയിട്ടാണ് പറഞ്ഞവര് എനിക്ക് തോന്നിയത്. ഹൊററൊക്കെ വൈശാഖ് എലൻസ് എന്നാണ് ഡയറക്ടറിന്റെ പേര്. ഓക്കെ, അപ്പൊ ഈ വ്യക്തി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ ജോണറിനോട് വളരെയധികം ജസ്റ്റിഫൈ ചെയ്യുന്ന രീതി. ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ വിട്ട് മുകളിലോ താഴെയോ പോയി കഴിഞ്ഞാൽ അപാര ക്രിഞ്ചാവും തിയേറ്ററിനകത്ത്. ഉറപ്പായിട്ടും, പ്രത്യേകിച്ച് ഹൊറർ ഒക്കെ ആവുമ്പോ കോമഡി, അത് ആ ഹൊറർ കോമഡി ആക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്ക് കണ്ട് ഇത് എന്താണെന്ന് തോന്നിക്കുന്ന കുറെ സാധനങ്ങൾ ഇത് ക്ലീൻ ആയി നമുക്ക് എവിടെയും ഇതെന്ത് ഇങ്ങനെ തോന്നിക്കുന്ന രീതിയിലൊന്നും നമുക്ക് എവിടെയും ക്രിഞ്ച് അടിച്ചില്ല. അതിനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ഷറഫുദ്ദീന്റെ കാസ്റ്റിംഗ് ആണ് അവിടെ. ഷറഫുദ്ദീന്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പിച്ച് പെർഫെക്റ്റ് എന്നാണ് പറയാനുള്ളത്. അതായത് നമ്മൾ തമിഴ് സിനിമയിലൊക്കെ കുറെ നടന്മാരുണ്ട് ഇതേപോലെ ഹൊറർ കോമഡി ചെയ്യുന്നത്. ലോറൻസിന് നോക്കിയാൽ മതി. ലോറൻസ് മറ്റേ ഇതില് കാഞ്ചനയില് ഒരു ഹൊറർ കോമഡി സാധനമാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, കുറെ അധികം സിനിമകളുണ്ട്. പിന്നെ മൈൻഡിൽ കുറെ പേര് വരുന്നുണ്ട്. ഞാൻ കുറെ അധികം അങ്ങനെ തമിഴ് സിനിമയിൽ കണ്ടിട്ടുണ്ട്. ബൂൽബുലയില് അടുത്ത് ആര്യൻ, ലൈക്ക് അതായത് ഹൊറർ കോമഡി എന്ന് പറഞ്ഞ ഒരു സാധനത്തേക്ക് വരുമ്പോൾ അതിന്റെ കാസ്റ്റിംഗ്, ലീഡ് റോൾ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ്. അതിൽ ഷറഫുദ്ദീന്റെ ഒരു ഇൻപുട്ട് ഭയങ്കരമാണ്. ഷറഫുദ്ദീന്റെ കാസ്റ്റിംഗ് വളരെ നല്ല കാസ്റ്റിംഗ്. കാരണം ഇപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ബേസില്ല, പക്ഷെ ബേസിലേക്ക് നമ്മൾ കുറെ കണ്ടു, കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രഷ്നെസ് തോന്നി. എനിക്ക് ഷറഫുദ്ദീൻ ആയതുകൊണ്ടായിരിക്കും ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്ത്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പണ്ടാണെങ്കിൽ ദിലീപ് മാത്രല്ല, ഇപ്പോഴും ദിലീപേട്ടൻ അഭിനയിച്ചെന്ന് നമുക്ക് തോന്നുന്നു. ഇതിപ്പോ ദിലീപേട്ടന്റെ സ്ഥിരം പാറ്റേൺ സാധനങ്ങൾ, കാരണം ഇതിൽ ദിലീപേട്ടന്റെ സ്ഥിരം കാണിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ. അതായത് അങ്ങനത്തെ ഒരു എന്താ പറയാ, നമ്മുടെ നെക്സ്റ്റ് ഡോർ ബോയ് എന്ന് പറഞ്ഞുള്ള ഒരാൾക്കാണ് ഈ സാധനം ചെയ്യാൻ കുറച്ചും കൂടി ആപ്റ്റ്. അത് കൃത്യമായി ഷറഫുദ്ദീനിലേക്ക് എത്തി. ഷറഫുദ്ദീൻ അത് വളരെ മികച്ച രീതിയിൽ കുറച്ച് ഗ്യാപ്പ് എടുത്ത് വന്നുകൊണ്ട് കുറച്ചും കൂടെ നന്നായി നമുക്കത് കാണാനൊരു രസം, നല്ല രസം ഉണ്ടായിരുന്നു. ഷറഫുദ്ദീന്റെ എവിടെയും നമുക്ക് എന്താ പറയാ, ഒരു പാളിപ്പോയിന്നല്ല, കോമഡി മാത്രമല്ല, ഷറഫുദ്ദീന്റെ ഓരോ മൈന്യൂട്ട് സാധനങ്ങളുണ്ട്. അതായത് പണ്ട് നമ്മൾ ഈ നമ്മുടെ ഇന്നസെന്റ് ഇവരൊക്കെ ഉണ്ടാവില്ല, ഈ വായ തുറക്കില്ല, പക്ഷെ ഇങ്ങനെ മൈൻഡ് വോയിസിൽ പറയുന്ന ഒരു സാധനങ്ങൾ അങ്ങനെ അത് കുറെ വെറുപ്പിക്കാൻ പറ്റുമായിരുന്നു ശരിക്കും. അത് അയാൾ വളരെ ലിമിറ്റ് ചെയ്തു, കാരണം അത് കുറച്ച് ഓവറാക്കി ചളാക്കായിരുന്നു. അതില്ല എന്തായാലും. അത് ഷറഫുദ്ദീൻ ബ്രില്യന്റ് ആയിട്ട് ഷറഫുദ്ദീന്റെ ഓരോ എന്താ പറയാ മൈന്യൂട്ട് എക്സ്പ്രഷൻ സംഭവം കൂടെ കഴിഞ്ഞ് നമുക്ക് വെറുക്കും തോന്നുന്നോടത്ത് വെച്ചിട്ട് ആള് നിർത്തുന്നുണ്ട്. അത് വളരെ നന്നായി. ചില എക്സ്പ്രഷൻസും ചില ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ജോണി ആന്റണിയും നമ്മളെ ഷറഫുദ്ദീനും തമ്മിലുള്ള ഒരു കോംബോ, തന്തവേഷത്തില് അല്ലെങ്കിലും ഈ അലമ്പ് തന്തേന്റെ വേഷത്തില് ജോണി ആന്റണി എപ്പോഴും പൊളിയാണ്. അലമ്പ് തന്ത, രണ്ടടിച്ച് വട്ടിപ്പലിശക്കാരൻ തന്താന്ന് പറയുമ്പോ അതൊരു നസ്രാണി തന്താന്ന് പറഞ്ഞാൽ അത് ജോണി ആന്റണി. ഇന്നസെന്റും ജഗതിയൊക്കെ അടിപൊളിയായി ചെയ്തിരുന്ന സാധനങ്ങളാണ്. സാൻജോ ജോസഫ് ഇതിന്റെ റൈറ്റർ, അങ്ങനെയും പറയണം. സംഗതി കുറെ നമ്മള് ഇംഗ്ലീഷ് സിനിമകളിലും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ലൈനുകൾ ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഈ അജു വർഗീസിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പോഡ്കാസ്റ്റർ ആണ്, ഇൻവെസ്റ്റിഗേറ്റീവ് പോഡ്കാസ്റ്റർ. അതൊക്കെ മലയാള സിനിമയിൽ വന്നിട്ടില്ല. പക്ഷെ നമ്മള് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അതൊക്കെ ഇതിൽ ഭയങ്കരമായി കാണിച്ചതല്ല, സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ അതൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോ ഇത് ഐശ്വര്യയുടെ ക്യാരക്ടർ അല്ലെ, ഐശ്വര്യ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതില്. അല്ലേ, ഭയങ്കര ലുക്ക്, അപാര ലുക്കോടെ, ഒരു രക്ഷയില്ല. ഞാൻ ഒരു 1-2 ഫ്രെയിമിലൊക്കെ എനിക്ക് ക്രഷ് അടിച്ചു പോയി ഐശ്വര്യയോട്, സത്യം സീരിയസ് ആയിട്ട്. മോഡേൺ വേഷത്തിൽ ഇയാൾ വരാൻ പറയുമ്പോ ഭയങ്കര ലുക്ക്, ഒരു രക്ഷയില്ല, പണ്ടാറം. അപ്പോൾ ഐശ്വര്യയുടെ ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ തന്നെ ഷറഫുദ്ദീന്റെ ക്യാരക്ടറിനെ പോലെ തന്നെ ഒരു ലിമിറ്റ് വിട്ടാൽ നമുക്ക് ഈ മമ്മിപ്പാസം ഭയങ്കര ക്രിഞ്ചടിച്ചിട്ടുണ്ടാവും. പക്ഷെ അതും ഐശ്വര്യ എന്ത് ചെയ്തു, വളരെ ഡീസന്റ് ആയിട്ട് ആ ഒരു സാധനം തന്നെ. ഷറഫ് ആണെങ്കിലും അത് അടിപൊളിയാക്കിയിട്ട് മമ്മിപ്പാസം കൊണ്ടുവന്നിട്ട് നമ്മൾ വിചാരിച്ച സാധനം അതുപോലെ പറഞ്ഞത് അത് നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഥയിലേക്ക് വരുമ്പോൾ ഹൊററാണ്.
അതായത് ഐശ്വര്യയുടെ ക്യാരക്ടറിന്റെ മരിച്ചുപോയ അമ്മയുടെ അതെ. പിന്നെ ആ പ്രേതം എന്തിനു വരുന്നു, ആ പ്രേതം എന്തൊക്കെ ചെയ്യുന്നു, ആ പ്രേതം കാണുമ്പോ ഇങ്ങനെയൊക്കെ തോന്നാം. പിന്നെ ഇതിങ്ങനെ ഉണ്ടാവാത്ത സംഭവങ്ങളാണ്. ഇതിങ്ങനെ എന്താ പറയുക, അല്ലെങ്കിലും അങ്ങനെ ഒന്നുമല്ലല്ലോ. ഹൊറർ സിനിമ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഓരോരുത്തരുടെ വിശ്വാസം, ഇമാജിനേഷൻ ഒക്കെയാണ്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്താ പറയുക, നല്ല എൻഗേജിങ് ആയിട്ട് പോയി. എവിടെയും നമുക്കൊരു ലോ തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിങ് ആയിട്ട് തമാശകൾ ഉള്ളതുകൊണ്ടാണ്. പിന്നെ കുറെയൊക്കെ പിന്നെ ക്യൂരിയോസിറ്റി ആണ് വരുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ചില ആളുകളൊക്കെ എന്താണ് പാട്ടൊന്നും വേണ്ടെന്നുള്ളത് ഏകദേശം എനിക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ കമന്റ് ഉണ്ടാവും. ഇതിപ്പോ സ്ഥിരമായിട്ട് പ്രേതം വരുമ്പോ ഇപ്പൊ പ്രേതം ഇങ്ങനെ നടന്നു വരുമ്പോ ചിരിപ്പിച്ചിട്ടാണ് നമ്മൾ പേടിക്കുന്നത് വെച്ചാൽ എല്ലാ സമയത്തും ഒരേപോലെ തന്നെ കാണിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ലെങ്കിൽ പേടിച്ചിട്ടൊന്നും ഓടുക, ഇതൊക്കെ തന്നെയാണ് ആ പ്രേതം വരാതെ. ഫസ്റ്റ് ഹാഫ് ഫുൾ അടിപൊളി ചെയ്യുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് ഫുൾ അടിപൊളി ചെയ്യുന്നത് ജെയ്ക്ക് ബിജോയിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. അത് ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ജെയ്ക്ക് ബിജോയ്. കാരണം ഒരു പ്രേതം കോമഡി സിനിമ, ഒരു ഹൊറർ കോമഡി ജോണറിനകത്ത് ഈ ഹൊറർ വരുമ്പോൾ ഹൊററിന്റെ എലമെന്റും കോമഡി വരുമ്പോൾ കോമഡിന്റെ എലമെന്റും BGM ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമില്ല. ടോം ആൻഡ് ജെറി കാണിക്കുന്നത് വരെ ഭയങ്കര രസമായി തോന്നി. ഇതിനോട് പുറത്തുള്ള സാധനങ്ങളോട് കണക്ട് ചെയ്തതിൽ കാണിക്കുന്നത് വരെ നല്ല രസമായിരുന്നു. അപ്പോ എന്താണെങ്കിലും അങ്ങനെ ഫസ്റ്റ് ഹാഫില് എന്താ പറയാ, ഐശ്വര്യ ഷറഫുദ്ദീൻ തമ്മിലുള്ള ഒരു കോംബോ, ആ കോംബോയിൽ വിത്ത് മമ്മിയിലേക്ക് ഇതെങ്ങനെ ചാനലൈസ് ചെയ്യുന്നു, പിന്നെ അതൊക്കെയാണ് ഫസ്റ്റ് ഹാഫിലേക്ക് ഇങ്ങനെ വന്ന് നമുക്ക് വഴി തെളിച്ച് വിടുന്നത്. അപ്പൊ അതിനിടയിൽ വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമാണ് അജു വർഗീസിന്റെയും ജോമൻ ജ്യോതിറിന്റെയും പിന്നെ നമ്മുടെ അദ്രിന്റെയും ഒക്കെ ക്യാരക്ടേഴ്സ്. അവർക്കൊക്കെ വലിയൊരു സംഭവമായിട്ടുള്ള റോളുകൾ അങ്ങനെ സിനിമയിൽ അങ്ങനെ ഇല്ലെങ്കിലും പക്ഷെ അവരൊക്കെ ഡീസന്റ് ഹാൻഡ്ലിംഗ് ആയിരുന്നു, വളരെ ഡീസന്റ് ആയിട്ട്. പ്രത്യേകിച്ച് ജോമോന്റെ മറ്റേ 2-3 കോമഡികളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനം ഉണ്ട്, അതൊക്കെ വളരെ കിടിലായിട്ട് വർക്കൗട്ടായി. ആൻഡ് കമ്മിങ് ടു ദി സെക്കൻഡ് ഹാഫ്, പിന്നെ റെഗുലർ എന്താ പറയാ ഗോസ്റ്റ് സിനിമകളെ പോലെ തന്നെ ആ ആത്മാവിനോട് ഉണ്ടാവുന്ന ഒരു ഇമോഷൻ, ആ ആത്മാവിന് ഇവരോട് വരുന്നൊരു കൈൻഡ് ഓഫ് പാസം. സാധാരണ സിനിമേന്റെ എൻഡിൽ ഒരു പ്രേത സിനിമേന്റെ ഒക്കെ അവിടെയും നമുക്ക് ഫണ്ണൊക്കെ തന്ന് അടിപൊളിയാക്കി. അതായത് നമ്മള് സാധാരണ നോർമലി മലയാളികൾ കണ്ടുവരുന്ന ഉച്ചാടനം, ആവാഹനം, ഭൂതാഹനം പരിപാടികളിൽ ആ സാധനങ്ങൾ ഇല്ലാതെ കുറച്ചും കൂടി ഇപ്പൊ മോഡേൺ ടൈമില് ഒരു ന്യൂജൻ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ എടുക്കണം, കാലഘട്ടത്തിൽ ആ പീരിയോഡിക് സാധനം എടുക്കണം. ഇപ്പത്തെ ഒരു ന്യൂജൻ സാധനത്തിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ കേൾക്കാത്തതോ കാണാത്തതോ ആയിട്ടുള്ള ഒരു കൂട്ടം ഹണ്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ആ ഒരു രസമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ഇംഗ്ലീഷ് ടച്ച്, പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ വില്ലനായിട്ട് ഇവർ കൊണ്ടുവന്നൊരു ഹിന്ദിക്കാരനൊക്കെ ഉണ്ട്, അത് വളരെ കൺവിൻസിങ് ആണ്. ഒട്ടും ഓവറല്ല, വളരെ കൺവിൻസിങ് ആയിരുന്നു അയാളൊക്കെ. അതന്നെ ഞാൻ പറഞ്ഞു ഒരു കാണിച്ചതൊക്കെ എനിക്ക് അങ്ങനെ തോന്നി. ശരിക്കും ഇവരത് ഭയങ്കരമായിട്ട് അയാൾ 4 സൈഡിൽ നിന്ന് കാണിച്ച അതൊന്നുമില്ല. പിന്നെ ബിന്ദു പണിക്കന്റെ ഒരു ക്യാരക്ടറിന്റെ ലൈക്ക് ഒരു ക്യാമിയോ പോലെ തന്നെയാണ്, പക്ഷെ അതും ഫണ്ണ് സാധനം. ബിന്ദു പണിക്കറിന്റെ മേക്ക് ഓവർ അത് ഭയങ്കര രസമായിരുന്നു. ബിന്ദു പണിക്കറിന്റെ ഒരു സാധനം. അപ്പോ ഒരു ഹോൾ ഇൻ ഓൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട നല്ലൊരു കിടിലൻ എക്സ്പെരിമെന്റ് തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. ഒരുപാട് കാലമായി ഇങ്ങനെ കുറച്ച് നമ്മൾ കുറെ കാലമായിട്ട് ഒരു ഇങ്ങനത്തെ ഒരു പ്രേതം ഒരു സാധനങ്ങൾ കണ്ടിട്ടും കുറച്ചായി. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കാണാൻ പാകത്തിന് നമുക്ക് സന്തോഷം തോന്നുന്ന രീതിയിൽ ഒരു സാധനം കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഒരു മമ്മി സീരിയസ് തന്നെ അവർക്ക് തുടങ്ങാം. ദേ ഹാവ് ഷോൺ ലൈക്ക് മമ്മി 2 ഉണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി അവർക്ക് ചെയ്യാം. കാരണം ഈ കാസ്റ്റ് അവർക്ക് എക്സിസ്റ്റിംഗ് ആണ്, കുറച്ചധികം കാലം ഈ കാസ്റ്റ് ഇത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സക്സസ് ആവുന്നുണ്ടെങ്കിൽ സക്സസ് ആവട്ടെ. കാരണം ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിട്ട് വരണം. കാരണം ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് മലയാളികൾ കുറച്ചും കൂടി എൻഗേജ്ഡ് ആവുന്നത്. എല്ലാം ഹൈ ബഡ്ജറ്റ്, അല്ലെങ്കിൽ എല്ലാം ഈ പച്ചല വെച്ച് മറ്റേ ഒരു സ്ഥലത്ത് മാത്രം ക്യാമറ വെച്ചിട്ട് മറ്റേ പ്രകൃതി കാണിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞ നിഴലായി കാണിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഒരു കാലം കഴിഞ്ഞു പോയി എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കാണിക്കുന്ന സിനിമയാണ്. അല്ലെങ്കിൽ സാധാരണ പ്രേതം പറഞ്ഞു ഇപ്പൊ ഫിനിക്സ് എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി, അതിനൊക്കെ ഭയങ്കര ഇമോഷൻ ആയിരുന്നു. ഭയങ്കര ഈ പ്രേതം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലും ഇമോഷൻ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഇതിലെ ഇമോഷൻ കുറച്ചും കൂടി ഫണ്ണാണ്. ഹൊറർ കോമഡി ജോണറിലും ഫണ്ണുണ്ട്. ഹൊറർ കോമഡി ജോണറിനെ കൃത്യമായി ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് കൃത്യമായി ഡെലിവർ ചെയ്യാൻ അതിന്റെ ഡയറക്ടർക്ക് പറ്റി, അഭിനയിച്ചവർക്ക് പറ്റി.
ഹോൾ ടോട്ടൽ ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ബ്രില്യന്റ് അല്ലേ. വേറെ നമ്മളിത് പടം കാണാൻ പോകുമ്പോ ഇത് ഒരു പ്രേതം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിന്തിച്ച് അടിപൊളിയൊക്കെ ഭയങ്കര അങ്ങനെയൊന്നും വിചാരിച്ചു പോയിട്ടൊരു കാര്യമില്ല. എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള നല്ല ഫണ്ണായിട്ടുള്ള ഒരു സിനിമ. നമുക്ക് കാണുന്ന അത്രയും സമയങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത് കാണാം. ഡീസന്റ് ഫ്രെയിമുകളാണ്, നല്ല ഭംഗിയുള്ള ഫ്രെയിം, സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു. എനിക്ക് അതുപോലെ എടുത്തു പറയാൻ കോസ്റ്റ്യൂം എന്താ അറിയോ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നാൻ കാരണം ഞങ്ങളെ ശ്രദ്ധ മൊത്തം പോയത് ഷറഫുദ്ദീന്റെ പാന്റിലാണ്. ഷറഫുദ്ദീൻ പല സീനുകളിൽ വിട്ട പാന്റിന്റെ ബ്രാൻഡ് ഏതാന്നുള്ളത് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ആരാണോ ചെയ്തത് ഇനി ബാൻഡാണ്. കാരണം പാന്റ് നമ്മളൊരു ടേസ്റ്റിന് നമ്മളെപ്പോഴും തപ്പി കിടക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കണ്ടത്. ആർക്കെങ്കിലും സിനിമാക്കാർക്ക് അത് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ് കമന്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി വാങ്ങായിരുന്നു. സമാധാനം ഉണ്ടായിരുന്നു, നല്ല സാധനമായിരുന്നു. അതെ. അപ്പോൾ ഹോൾ ഇൻ ഓൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഫണ്ണായിട്ട് കയറി കുറച്ചു നേരം കണ്ട് ഭയങ്കര രസമായിട്ട് കുട്ടികൾക്കൊക്കെ പോയി. സാധാരണ ഹൊറർ സിനിമ പറയുമ്പോൾ കുട്ടികൾ അയ്യോ എന്ന് പറയാം, അതൊന്നും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും ഒരുപോലെ അത്യാവശ്യം എന്താ പറയാ ഭയങ്കരമായിരുന്നു ചിന്തിക്കുന്ന ഒരു അവസ്ഥ എന്താന്നുള്ള അറിയില്ല. ബാക്കി നോർമലായിട്ട് കാണണം. ഇതില് അതിഭീകരമായി ചിന്തിക്കാൻ ഒന്നുമില്ല. ഞാൻ ഫസ്റ്റ് ഹാഫ് അവർ എൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും കൊണ്ടുവന്നിട്ട് കല ഉടയ്ക്കൂ. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ആ ഒരു ഇതിന് റീസണും അവർ തന്നെ കൊടുത്തു, അത് നന്നായി. അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറെ മൈന്യൂട്ട് ആയിട്ടുള്ള ബ്രില്യൻസ് ഇതിനകത്തുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുവരാം ഈ സിനിമയ്ക്ക്. പ്രേത സിനിമ ആരും മാറ്റിയെടുത്തേണ്ട ആവശ്യമില്ല. പേടിപ്പിക്കുന്ന എലമെന്റ് ഉണ്ട്. 1-2 സീനില് ഞെട്ടേണ്ടവർക്ക് ഞെട്ടാം. പക്ഷെ ഞെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിയത് തന്നെ ആലോചിച്ച് നമ്മൾ ചിരിക്കുന്ന സീനാണ് സാധനം. അപ്പൊ എന്താണെങ്കിലും ടോട്ടൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പടം. എനിക്ക് ഭയങ്കര ഓക്കെ ആണ്. ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആണ് ഈ സിനിമയിൽ. ഞങ്ങൾ എൻജോയ് ചെയ്തു. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു വീക്കെൻഡ് കയറി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ഞാൻ പറയുക. പിന്നെ പാട്ട് അങ്ങനെയൊന്നും പാട്ട് വർക്കായില്ല. പാട്ട് BGM ഓർത്ത് വെക്കുന്ന പാട്ടൊന്നുമില്ല. സോങ്സ് ഒന്നും അങ്ങനെ ഓർത്ത് വെച്ച് ഇങ്ങനെ ഇതാക്കാം. പക്ഷെ ഒരു സോങ്ങിന്റെ സെക്കൻഡ് ഹാഫിലെ ഒരു സോങ്ങിന്റെ വിഷ്വൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരാണ് ഷറഫുദ്ദീനും ഐശ്വര്യയുള്ള അല്ല സാഡല്ല, അവര് കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്ന ഒരു സാധനമല്ലേ, അത് ഭയങ്കര രസമായിരുന്നു. കിഡിലൻ ഫ്രെയിം ചെയ്തു അതൊക്കെ, അത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. പക്ഷെ പാട്ടുകളൊന്നും അങ്ങനെ നമ്മുടെ തലയിൽ വെക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് വർത്ത് വാച്ചിങ് ആണ്. എനിക്ക് വർത്ത് വാച്ചിങ് ആണ്. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഷറഫുദ്ദീൻ മാത്രമായിട്ട് ചിരിപ്പിച്ചേ. ചില സമയത്ത് നമ്മൾ അദ്രീന്റെ, ജ്യോതിറിന്റെ, നമ്മളെ ഇയാളെ എന്താ അച്ഛൻ ക്യാരക്ടർ ജോണി ആന്റണീന്റെ, ബിന്ദു പണിക്കറിന്റെ ഒക്കെ നൈസ് എലമെന്റുകൾ നമ്മള് അറിയാതെ ചിരിച്ചു പോണ കുറെ സാധനമുണ്ട്, പൊട്ടി ചിരിച്ചു പോണ കുറെ സാധനങ്ങൾ. സിറ്റുവേഷൻ ഇവര് കയ്യിൽ നിന്ന് എടുത്തിട്ട മൈന്യൂട്ട് സാധനങ്ങളാണ് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളത്. ആ ഓടുന്ന ത്രെഡ്മില്ല് എന്നൊക്കെ പറയണത് അതൊക്കെ നമ്മള് കേക്ക് തന്നെ വേണം. ആ കോമഡി ഒക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടത്. അതൊക്കെ അയാൾ കയ്യിൽ നിന്ന് എടുത്തിട്ടാണെങ്കിൽ പൊളിച്ചു. പിന്നെ എനിക്ക് കുറച്ചൊരു ഓക്വേർഡ് ആയിട്ട് തോന്നിയത് ജഗദീഷിന്റെ പെപ്പ് വീശിയാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ മീശി താടി വെക്കുന്ന സമയത്ത് ദയവ് സിനിമാക്കാരെ ശ്രദ്ധയ്ക്ക് ഒന്നില്ലെങ്കിൽ ആ വെപ്പ് വെക്കാതെ ഇതൊരുമാതിരി ആ ഒരു ഇത് കാണുമ്പോ ഫ്രെയിമിനകത്ത് ചകിരി തൊപ്പ് വെച്ച കറക്റ്റ് ചകിരി തൊപ്പ. അതൊന്നും അല്ലേ, അതൊന്നും ദയവ് എല്ലാരും ഒന്ന് നോക്കിയാൽ മതി. എല്ലാ പടത്തിലും ആളുണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ. എന്തായാലും തിയേറ്ററിൽ കയറി കണ്ടോ അല്ലേ? എന്നോട് ഞാൻ മസ്റ്റ് വാച്ച് കോമഡി ഉണ്ട്, ഞാൻ അത്രേ ഉള്ളൂ പറയണത്. കമന്റ് ഉണ്ട്, ഹൊറർ ഉണ്ട്, എല്ലാം ഉണ്ട്.